അതിദരിദ്രർ ഇല്ലാത്തൊരു നാടായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ചൈന കഴിഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ടാണ് അത്രേ അതിദരിദ്രർ ഇല്ലാത്തൊരു നാടുണ്ടാകുന്നത്. ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വിദേശ യാത്രകൾ നടത്താത്തത് കൊണ്ട് മറ്റു രാജ്യങ്ങളെ കുറിച്ചിട്ട് നേരിട്ട് അനുഭവം ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു സംശയം. 30 കൊല്ലം CPM ഭരിച്ച ബംഗാൾ എന്തുകൊണ്ടാണ് അതിദരിദ്രർ ഇല്ലാത്ത നാടാകാതിരുന്നത്? 10-25 കൊല്ലം തുടർച്ചയായിട്ട് CPM ഭരിച്ച ത്രിപുരയും അങ്ങനെ ആയില്ല. അതിന്റെ അർത്ഥം കേരളത്തെ പിണറായി വിജയൻ സർക്കാർ പറഞ്ഞു പറ്റിക്കുകയാണ് എന്നുള്ളതാണ്. ആ 1-ാം നമ്പർ കിയ കാർണിവൽ കാറിൽ നിന്ന് ഒന്ന് ഇറങ്ങി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ താമസിക്കുന്ന ഊരുകളിലേക്ക് ഒന്ന് ചെല്ലണം. ആദിവാസി ഊരുകളിലേക്കും പട്ടികജാതിക്കാർ തിങ്ങിപ്പാർക്കുന്ന ഉന്നതികളിലേക്കും സാധാരണ മനുഷ്യരുടെ സങ്കടങ്ങൾ പേറുന്ന ഇടങ്ങളിലേക്കും മുഖ്യമന്ത്രി ഒന്ന് ഇറങ്ങി നടക്കണം. അപ്പോൾ കാണാം ഈ സർക്കാരിനെ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ പച്ചക്കറി കടയുടെയും പലചരക്ക് കടയുടെയും മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ നിന്ന് പ്രാകുന്ന സാധാരണക്കാര്. അവരെ കണ്ടിട്ട് വേണം ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ. ഈ സർക്കാരിന്റെ 4-ാം വാർഷിക ആഘോഷത്തിന് ലൈഫ് മിഷൻ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട് വീടിന്റെ അടുത്ത ഗഡു കിട്ടാത്തത് കൊണ്ട് മേൽക്കൂരയില്ലാത്ത വീട്ടിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ചു കിടക്കുന്ന 1,26,000 കുടുംബങ്ങളുടെ സങ്കടം കാണാതെ 4-ാം വാർഷിക ആഘോഷത്തിന് 200 കോടി രൂപ ചെലവഴിച്ച സർക്കാരിന്റെ നേതൃത്വമാണ് 15 കോടി രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം ദേശീയപാതയോരത്ത് ഫ്ലെക്സ് അടിച്ചു വെച്ചത്. ഈ അതിദരിദ്രരില്ല എന്നുള്ള പ്രഖ്യാപനം നടത്താൻ മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള മഹാനടന്മാരെ അടക്കം നിങ്ങൾ കൊണ്ടുവരുന്നു എന്ന് കേട്ടു. മഹാനടന്മാർക്ക് ദാരിദ്ര്യം എന്താണെന്ന് ചിലപ്പോൾ ഇന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം കാലങ്ങൾ കുറെ ആയില്ലേ റേഷൻ കടയുടെ മുമ്പിൽ ക്യൂ നിന്നിട്ടും പച്ചക്കറി കടയുടെ മുമ്പിൽ ക്യൂ നിന്നിട്ടും ഒക്കെ. പക്ഷെ ഒരു മഹാനടന് 10 ലക്ഷം രൂപയുടെ കേന്ദ്ര സർക്കാരിന്റെ പാരിതോഷികം കിട്ടിയപ്പോൾ 2.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആഘോഷ മഹാമഹം നടത്തിയത് നിങ്ങൾക്ക് ആ നടനോടുള്ള ആദരമായിട്ടല്ല, പകരം ആ നടന്റെ മുഖം വെച്ചുകൊണ്ട് ഈ സർക്കാരിന്റെ ഒരു PR വാർത്ത സൃഷ്ടിക്കാമെന്നുള്ള വ്യാമോഹം മാത്രമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ആ റേഷൻ കടയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന, സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന പച്ചക്കറി കടയുടെയും പലചരക്ക് കടയുടെയും മുമ്പിൽ നിന്ന് ഈ സർക്കാരിനെ പ്രാകുന്ന, രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ ഗതിയില്ലാതെ അലയുന്ന മനുഷ്യരുടെ ചുമലിലേക്ക് വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച്, വെള്ളക്കരം വർദ്ധിപ്പിച്ച്, ഭൂനികുതിയും കെട്ടിട നികുതിയും കെട്ടിടത്തിന്റെ പെർമിറ്റ് ഫീസും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അധിക മുഖം വെച്ചു കൊടുക്കുന്ന ഈ സർക്കാരിനെ മറന്നിട്ട് എങ്ങനെയാ ഞങ്ങൾക്ക് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനം എന്നുള്ള ആ വലിയ മുദ്രാവാക്യം പറയാൻ പറ്റുക? 16,000 രൂപയുടെ തോർത്ത് വാങ്ങി കുളിക്കുന്ന, 36,000 രൂപയുടെ കണ്ണട വെക്കുന്ന മന്ത്രിമാർക്കൊന്നും ദരിദ്രരെ കാണാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷേ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആദിവാസി ഊരുകളിൽ കിടക്കുന്ന, ചോർന്നൊലിക്കുന്ന ടാർപോളിൻ ഷീറ്റിന്റെ അടിയിൽ താമസിക്കുന്ന, ഉന്നതികളിൽ കഴിയുന്ന പട്ടികജാതിക്കാർ, പട്ടിക വിഭാഗക്കാർ, സാധാരണ മനുഷ്യർ, ഇവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിന്റെ ഇത്തരം പ്രഖ്യാപനങ്ങളോടൊപ്പമല്ല, ആത്മാർത്ഥതയോടെ സാധാരണക്കാരെ കാണാൻ കാഴ്ചയില്ലെങ്കിൽ നല്ലൊരു കണ്ണട വാങ്ങി വെക്കണം.